ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം. സാറേ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പാരൻസിന്, കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യവും സാറിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത്. ഞാൻ വായിച്ചിട്ടുണ്ട്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന സബ്ജക്റ്റിലൊന്ന് പാരൻറ്റിങ് ആണെന്ന്. ധാരാളം പ്രബന്ധങ്ങളിങ്ങനെ ഓരോ ആഴ്ചകൾ തോറും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പാരൻറ്റിങ്ങിൻ്റെ വെല്ലുവിളികൾ അതുപോലെ തന്നെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ലോകത്തിൽ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പാരൻസിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് സാറിന് ഷെയർ ചെയ്യാനായിട്ടുള്ളത്? വിളിയും വെല്ലുവിളിയും. പാരൻസിനൊരു വിളിയുണ്ട്. നമ്മളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ദമ്പതികളോട് പറയുന്നുണ്ട്, നിങ്ങൾക്കുണ്ടാവുന്ന സന്താനങ്ങളെ എങ്ങനെ വളർത്തണം. ഇത് ആ വിവാഹത്തിൻ്റെ കുദാശ ആസ്വദിക്കുന്ന സമയത്ത് അത് ഓർക്കണമെന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കുണ്ടാവുന്നതല്ല, നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുവാനും ദൈവം തരുന്ന സന്താനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അവരെ വളർത്താനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുക? ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ഈ ലോകത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അനുസരിച്ച് മക്കളെ വളർത്തണോ, അതോ ദൈവത്തിൻ്റെ സ്വീകാര്യതയ്ക്ക്, ദൈവത്തിൻ്റെ മുമ്പിൽ? അപ്പം നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണം, അവർ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ സ്വീകാര്യനായിരുന്നു എന്ന് പറയുന്നത്. ഈശോയുടെ കൗമാരത്തെക്കുറിച്ച് പറഞ്ഞു. എന്താ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ? എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യനാണെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ സ്വീകാര്യനാവില്ലേ? മനുഷ്യരുടെ മുമ്പിൽ സ്വീകാര്യനാണോന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യനാവണ്ടേ? രണ്ടും ചോദിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ ജ്ഞാനത്തിലും മനുഷ്യരുടെ മുമ്പിൽ പ്രായത്തിലും വളർന്നവരാണ്. അങ്ങനെ വളർത്തണം. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ജ്ഞാനം, ദൈവിക ജ്ഞാനം നിറഞ്ഞ് മനുഷ്യരുടെ അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് പ്രായത്തിൽ പക്വതയിൽ വളരുകയും ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ളത്. ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്ന മാതാപിതാക്കന്മാർക്കൊരു വിളിയുണ്ട്. ആ വിളിയെ പൗലോസ്ലിയ ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ്: വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖകളും പരിശുദ്ധമാകും. വേര് മാതാപിതാക്കളാണ്, ശാഖകൾ മക്കളാണ്. വേര് പരിശുദ്ധമാകാതെ ശാഖകൾ പരിശുദ്ധമാകണം എന്ന് ശഠിക്കുന്ന ഒരു പാരൻറ്റിങ് ആണ് ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിന് തലമുറ വിടവെന്ന് വേണമെങ്കിൽ പറയാം. തലമുറ വിടവെന്നുള്ള വിടവുണ്ടായിട്ടില്ല, പക്ഷേ മാതാപിതാക്കൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, പക്ഷെ നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. ആ തിരുത്തലാണ്. അത് ഏക്കില്ല. അപ്പോൾ വേര് പരിശുദ്ധമായിക്കൊണ്ട് ശാഖകൾ പരിശുദ്ധമാക്കാൻ ഉള്ള പരിശീലനം കൊടുക്കുന്ന ഒരു കുടുംബം, അതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളിയാണ് ജ്ഞാനത്തിലും പ്രായത്തിലും മക്കളെ വളർത്തുക എന്നുള്ളത്. എങ്കിലേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ സ്വീകാര്യരാവുകയുള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യരാകുന്ന വ്യക്തി മനുഷ്യരുടെ മുമ്പിലും സ്വീകാര്യനാവണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയുകയും പ്രായത്തിൻ്റെ പക്വതയിൽ വളരുകയും ചെയ്യണം. ആ വളർത്താനായിട്ടുള്ള ഒരു വെല്ലുവിളി മാതാപിതാക്കളുടെ വലിയ വെല്ലുവിളിയാണ്. ഞാൻ ഒരു കൊച്ചു കാര്യം എൻ്റെ മനസ്സിലൂടെ എപ്പോഴും പോകാറുണ്ട്. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു മാതാപിതാക്കളെ കാണുകയാണ്. അപ്പം 2 കുട്ടികൾ അവരുടെ കൂടെയുണ്ട്. ആ 2 കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക്
അര ടിക്കറ്റ് എടുക്കേണ്ട പ്രായമാണ്, ഒരു കുട്ടിക്ക് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ട പ്രായമായിട്ടുണ്ട്. അപ്പം ഈ മാതാപിതാക്കൾ ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട് ഈ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രംഗമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ ഫുൾ ടിക്കറ്റ് എടുക്കേണ്ട കുട്ടിയോട് പ്രായം ചോദിച്ചാൽ ഇന്ന പ്രായമാണെന്നേ പറയാവുള്ളൂ, 12 വയസ്സ് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പാകത്തിന് 11 ആയിട്ടുള്ളൂ എന്ന് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ച് പറയാനൊക്കെ പഠിപ്പിക്കുന്ന ഈ അര ടിക്കറ്റ് എടുക്കേണ്ട കുട്ടിയോട് അര ടിക്കറ്റിന് താഴെയുള്ള പ്രായമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഈ മാതാപിതാക്കൾ എന്താ അവിടെ സേവ് ചെയ്യുന്നത് എന്താ? സേവ് ചെയ്യുന്നത് കുറച്ച് പൈസ. നഷ്ടപ്പെട്ടത് എന്താ? മക്കൾ. ഈ മക്കളെ കള്ളന്മാരാവാൻ, നുണ പറയാൻ, അവിശ്വസ്തത കാണിക്കാൻ, ഈ കൊച്ചു കാര്യത്തിൽ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് വലിയ നഷ്ടമാണ് ആ കുട്ടികൾക്ക് സമ്പാദിച്ചു കൊടുത്തത്, ഉണ്ടാക്കി കൊടുത്തത്. ഇതാണ് അടുത്ത വെല്ലുവിളി. ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഏത് കുടുക്ക് വഴിയും കുറുക്ക് വഴിയും, പ്രത്യേകിച്ച് ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിലും ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിലും, അത് ഈ ലോകത്തിൻ്റെ രീതിയാണ്. തത്വങ്ങളൊക്കെ പറയാം, ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ വെല്ലുവിളിയായി കാണുന്നത്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ സൂചിപ്പിച്ചോണം, ഇന്നത്തെ ലോകത്ത് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമുക്ക് മക്കളെ തന്നത്. അവരെ നിത്യജീവനിലേക്ക് എത്തിക്കാൻ പാകത്തിന് നല്ലവരും കൊള്ളാവുന്നവരും വിശ്വസ്തരും വിശുദ്ധരുമാക്കി വളർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു മാതാപിതാക്കന്മാർ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ വളർത്തിയെന്ന്. അവരുടെ ഏറ്റവും വലിയ സ്വർഗരാജ്യം അവർക്ക് നിഷേധിക്കപ്പെടുന്നത് അവർ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ വരുത്തിയ വീഴ്ചയും മക്കൾക്ക് കൊടുത്ത ദുർമാതൃകയായിരിക്കും. കാരണം അവരെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും ദൈവത്തിന് സ്വീകാര്യനുമായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മക്കളെ കൊടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. അവർക്ക് ഈ മക്കളുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തത്തക്ക ഉയരത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ധാർമ്മിക ബോധത്തിൻ്റെ കാര്യത്തിൽ ഈ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷണശാലയാണ്. ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പരീക്ഷണശാലയാണ്. ധാർമ്മികത ഇല്ല എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ പരിശീലനമില്ല. ഈ ധാർമ്മികത ചോർന്നു പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പണത്തിൻ്റെ വിനിയോഗം, സുഖഭോഗങ്ങളോടുള്ള സമീപനങ്ങൾ, വിജയത്തോടുള്ള സമീപനം. മറ്റൊന്ന്, നിങ്ങളൊരു പക്ഷേ നമ്മളൊക്കെ ബീഹാറിൽ ഒരു രംഗം കണ്ടതാണ്, പേപ്പറിൽ വന്നതാണ് ഒരിക്കൽ. ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് 2-3 സ്റ്റെപ്പുകളിൽ കയറി നിൽക്കുന്ന മാതാപിതാക്കന്മാരൊരു പോവുക. അത് വിജയത്തോടുള്ള സമീപനമാണ്. നമ്മുടെ മക്കൾ ഇന്ന് പലപ്പോഴും പരീക്ഷ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കോപ്പി അടിക്കുന്നവരാണ്. പലരെയും കുറിച്ച് അധ്യാപകർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ പല പ്രധാനപ്പെട്ട ധാർമ്മിക ബോധന ക്ലാസ്സുകളിൽ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒരു തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം ഉള്ളത്. കാരണം സത്യസന്ധമായിട്ട് എനിക്ക് ഞാൻ പഠിച്ചത് എഴുതി എനിക്ക് കിട്ടുന്ന വിജയം മതി, അതാണ് ദൈവം തരുന്ന അനുഗ്രഹം എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി ടോപ്പ് ആവുക എന്നുള്ളതാണ് വിജയം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഇങ്ങനെ വളർത്തുന്ന, അതിനുവേണ്ടി എങ്ങനെയും വിജയം നേടാൻ, അത് ലോകത്തിൻ്റെ ഒരു രീതിയാണ്. അത് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അപ്പം മക്കളെ വിശുദ്ധരാക്കി ധാർമ്മികതയിലും ധാർമ്മിക ജീവിത രീതികളിലുമൊക്കെ ആ നേർവഴി മാത്രം നടക്കുന്ന ഒരു പേരൻറ്റിങ്, മാതാപിതാക്കളുടെ ജീവിതം ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാണാൻ കഴിയാത്തതാണ് ഇന്ന് മക്കൾ വഴിതെറ്റാൻ കാരണം. അങ്ങനെ ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ വഴി തെറ്റില്ല. ഞങ്ങൾ എന്താ ഇനി മക്കൾക്ക്
ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്നിട്ടും എന്താ ഇങ്ങനെ സംഭവിച്ചു? ശരിയാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഉയരുന്നു. ഒത്തിരി മാതാപിതാക്കന്മാർ ചോദിക്കാറുണ്ട്. ഞാൻ ചിലരോടൊന്നും ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തതെന്ന്. നിങ്ങൾ ചെയ്യരുതാത്തത് പലതും ചെയ്തു, ചെയ്യേണ്ടത് പലതും ചെയ്തുമില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും അവർ വിജയികളാവണം എന്ന് ആഗ്രഹിച്ചു, നേർവഴിയിലൂടെ നടന്നിട്ട് വിജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ല. യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, 7-ഉം 8-ഉം തിരുവചനങ്ങൾ. പിശാചിനെ ചെറുത്ത് നിൽക്കുക, അവൻ ഓടിപ്പോക്കോളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നമ്മോടും ചേർന്ന് നിൽക്കുക. ഈ ചെറുത്ത് നിൽക്കാനുള്ള കാര്യത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ പരാജയപ്പെട്ടു, അവർ വീണു പോകണം. ചെറുത്ത് നിൽക്കാൻ പറ്റാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളായിട്ട് നടക്കും, ഒത്തുപോകില്ല. പിശാചിനെ ചെറുത്ത് നിന്ന് അവനെ ഓടിച്ച് കളഞ്ഞിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ദൈവം ചേർന്ന് നിൽക്കുകയുള്ളൂ. അല്ലാതെ പിശാചിൻ്റെ ചെറുത്ത് നിൽപ്പ് വീണ് പോയിട്ട് തളർന്നു പോയിട്ട് ദൈവത്തോട് ചേർത്ത് നിർത്തി ഭക്തജീവിതം നയിക്കുന്നു എന്നുള്ള കാപട്യം നമ്മുടെ മക്കൾ തിരിച്ചറിയുന്നു. മാതാപിതാക്കളുടെ കപട വിശ്വാസ ജീവിതമാണ് മക്കളുടെ മുമ്പിലുള്ള പാരൻറ്റിങ്ങിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വിശ്വാസ പരിശീലനമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ സാറ് പറഞ്ഞായിരുന്നു ഈ ധാർമ്മിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള ആ ഒരു പരീക്ഷണമാണ് വിശ്വാസത്തിൻ്റെ പരീക്ഷണമെന്ന് സാറ് പറഞ്ഞായിരുന്നു. വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിൽ നമുക്ക് കരുത്ത് നൽകുന്നത് സഭയോട് ചേർന്ന് നിന്ന് കൂദാശകൾ സ്വീകരിച്ചു പോകുന്നതാണല്ലോ. കൂദാശകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഓരോ കൂദാശകളും ഈശോയുടെ സ്പർശനമാണെന്ന്. അപ്പോൾ ഈ മക്കൾക്ക് കൂദാശകളോടുള്ള ഒരു അടുപ്പവും അങ്ങനെ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായി തീരാനും സാറ് എങ്ങനെയൊക്കെയാണ് സാറിൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്? നമുക്ക് എവിടെ നിന്ന് ഞാനീ പറഞ്ഞ ധാർമ്മിക ശക്തി, എവിടെ നിന്ന് ഈ ധാർമ്മിക ശക്തി കിട്ടുന്നു? നമുക്ക് ഈ നമ്മുടെ മൊബൈലിന് എവിടെ നിന്ന് ചാർജ് കിട്ടുന്നു? അതുകൊണ്ട് പ്ലഗ് ചെയ്ത് ഒരു മെയിൻ സോഴ്സിൽ നിന്നും അത് എനർജി സമ്പാദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മനുഷ്യരാണ്, പ്രകൃത്യ ബലഹീനരായ മനുഷ്യർ. ഈ പ്രകൃത്യ ബലഹീനരായ മനുഷ്യരെ ഈ മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തി ലഭിച്ചാൽ മാത്രമേ പ്രകൃത്യ ബലഹീനനായ മനുഷ്യൻ അവൻ്റെ പ്രകൃതം അനുസരിച്ച് വീണുപോകാതിരിക്കുകയുള്ളൂ. എവിടെ നിന്നാണ് ശക്തി? ആ ശക്തി നമുക്ക് ഉറവിടങ്ങളിൽ നിന്നാണ് കിട്ടുള്ളൂ. ആ ഉറവിടങ്ങളാണ് ഈ കുദാശകൾ. വളരെ പ്രധാനമായിട്ടുള്ള കുദാശകൾ, തിരിച്ചറിവിന് ശേഷം കിട്ടുന്ന കുദാശകളിൽ പെട്ടതാണ്. 2 കുദാശകൾ ഞാൻ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിച്ചത് കുമ്പസാരവും പരിശുദ്ധ കുർബാനയാണ്. അപ്പം ഈ കുമ്പസാരം എന്ന് പറയുന്നത് എന്താണ്? കുമ്പസാരം എന്ന് പറയുന്നത് കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവുമാണ്. പാപങ്ങളുടെ മോചനം മാത്രമായിട്ട് കടങ്ങളുടെ പൊറുതി അവിടെ അവശേഷിച്ചാൽ തീർന്നുപോയി. ഞാൻ ബോണിയുടെ പോക്കറ്റിൽ നിന്നും 100 രൂപ കട്ടെടുത്തു. എന്നിട്ട് ഞാൻ പോയി കുമ്പസാരിച്ചു, ഞാനൊരു 100 രൂപ കട്ടെടുത്തിട്ടുണ്ട്. അപ്പം കളവ് തെറ്റാണ്, ചെയ്ത പാപം ഞാൻ മോചിക്കുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും, ഒരുപക്ഷെ അച്ഛൻ പറയാൻ വിട്ടുപോയി കാണും. 100 രൂപ അത് നീ ചെന്ന് പറഞ്ഞു കൊടുക്കണം. അത് പൂർണ്ണമായൊരു മനസ്താപത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത് ഈ രൂപ പറഞ്ഞ് തിരിച്ച് കൊടുക്കുമ്പോഴാണ്. അവിടെ കടങ്ങളുടെ പൊറുതി ഉണ്ടാവുള്ളൂ. അപ്പം കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനം തരുന്ന കുദാശയാണ് കുമ്പസാരം എന്നുള്ളത്. ഈ മക്കളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിലും എനിക്ക് മനസ്സിലാവാനായിട്ട്, എനിക്ക് ബോധ്യപ്പെടാനായിട്ട്, എവിടെയെങ്കിലും കടത്തിൻ്റെ പൊറുതി കിടപ്പുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടാനും എന്നിട്ട് പാപമോചനം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനായിട്ടുള്ള വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളൊരു ഊർജ്ജം. നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട 2 ഊർജ്ജങ്ങളാണ്. ഒന്ന് പരിശുദ്ധ കുർബാനയും, 2 മരിയ ഭക്തിയും, മാതാവിനോടുള്ള ഭക്തി. ഈ മാതാവിനോടുള്ള ഭക്തിയെക്കുറിച്ചൊന്ന് സ്പർശിച്ചിട്ട് ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാം. മാതാവിനോടുള്ള ഭക്തിയിൽ ആദ്യത്തെ സക്രാരി, ആദ്യത്തെ ക്രിസ്ത്യാനി, ഇതൊക്കെ മാതാവ് തന്നെയാണ്. യഥാർത്ഥ യേശുവിനെ പിഞ്ചെന്ന വ്യക്തി. എല്ലാവരും വിട്ടുപോയപ്പോഴും പോകാതെ നിഴൽ പോലെ പിന്തുടർന്ന് യേശുവിനെ കൊണ്ടു നടന്നത്, യേശുവിൻ്റെ പിന്നാലെ പോയ മാതാവ്. ആ മാതാവിനോടുള്ള ഭക്തി ഒരു അമ്മ എന്നുള്ള ഒരു വൈകാരിക ബന്ധത്തോട് തന്നെ
തുലനം ചെയ്തുകൊണ്ട് മാതാവിനോടുള്ള ഒരു ഭക്തിയിൽ വളർന്നു വരുമ്പോൾ അമ്മ ഒരു വഴിയും വഴികാട്ടിയുമായിട്ട് കൊണ്ടുപോവുകയാണ്. വഴി എവിടേക്കുള്ളത്? ഈശോയിലേക്കുള്ളത്. വഴികാട്ടി ആരാ? മാതാവ്. അതാരാ വഴികാട്ടി? വഴി അറിയാവുന്ന വ്യക്തി. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാൻ ചെല്ലുന്ന സുഹൃദേവമുണ്ട്, ഇപ്പോഴും ചെല്ലുന്ന സുഹൃദേവമാണ്. അമ്മ ഞാൻ കൈവിട്ടാലും എൻ്റെ കൈ വിടരുത്. അപ്പം ഞാൻ മാതാവിൻ്റെ കൈ പിടിക്കുകയും മാതാവ് എൻ്റെ കൈ പിടിക്കുകയും ചെയ്യുന്നു. മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഞാൻ ചെല്ലുന്ന സുഹൃദേവൻ, ഞാൻ കൈവിട്ടാലും കൈവിട്ട് ഓടിപ്പോകാൻ നോക്കിയാലും എൻ്റെ കൈവിടാതെ പിടിച്ചോളൂ. കാരണം ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ, ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കൈവിട്ട് ഓടിപ്പോകാനുള്ള ഒരു ആവേശം വരും. അതാണ് പ്രകൃത്യ ബലഹീനനായ മനുഷ്യൻ്റെ ആവേശം. അതിനെ ഞാൻ അപ്രകാരം ഒരു താല്പര്യം കാണിച്ചാലും, ഞാൻ കൈവിട്ട് കുതിറി ഓടാൻ നോക്കിയാലും എൻ്റെ കൈ വിടാതെ പിടിച്ചോളണം. നമ്മൾ മക്കളെ കൊണ്ട് വഴിയിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ മക്കൾ നമ്മുടെ കയ്യിലും പിടിക്കും, നമ്മൾ മക്കളുടെ കയ്യിലും പിടിക്കും. മക്കളുടെ കൈ വിട്ടാൽ നമ്മുടെ കൈ അവരുടെ കയ്യിൽ നിന്ന് വിടൂല. അതുപോലെയാണ് മരിയഭക്തിയെ മാതാവിനോടുള്ള ഭക്തിയെ ഞാൻ കാണുന്നത്. ഞാൻ കൈവിട്ടാൽ എന്നെ കൈവിടാതെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയിൽ ആശ്രയിക്കുന്നു. അതുപോലെ ഒരമ്മ നോക്കി നിൽക്കുമ്പോൾ ഒരു മകനോ മകൾക്ക് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. ഇവരാരുടെയും കണ്ണ് നമുക്ക് വെട്ടിക്കാം, പക്ഷെ ഒരു അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരു മകനോ മകൾക്ക് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ കാണുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ അമ്മ, ഈ മാതൃഭക്തി നമുക്ക് സഭയിലൂടെ തന്നെ കിട്ടുന്നു. പരിശുദ്ധ കുർബാന പ്രധാനപ്പെട്ട കുദാശയാണ് ഞാൻ പറഞ്ഞ പരിശുദ്ധ കുർബാന. ഈ കുർബാനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഊർജം. മാതൃഭക്തി നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ പരിശീലിക്കുന്നത് നമ്മുടെ ജപമാലയിലൂടെയാണ്. ജപമാല രഹസ്യങ്ങൾ എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിത രഹസ്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നതാണ് ജപമാല. അതാണ് ജപമാല രഹസ്യം. രക്ഷാകരമായ രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതെന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിപ്പെടും. ഞാനത് ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവാത്ത പല കുടുക്കുകളും അടിയുന്നത് ഈ ജപമാലയിൽ ജീവിത രഹസ്യങ്ങളെക്കുറിച്ച്, രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ്. അപ്പോൾ അവനവൻ്റെ ജീവിതത്തെ രക്ഷാകര രഹസ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ധ്യാനമാണ് ജപമാല. മാതൃഭക്തി കുടുംബങ്ങളിലുള്ള കുർബാന. നമുക്ക് അനുദിനം ഈ കുർബാന സ്വീകരിക്കുന്നത് വഴിയായിട്ട്, കുർബാനയിൽ പങ്കെടുക്കുന്ന വഴിയായിട്ട് ഈ ജീവിത ബലി അർപ്പിക്കാനായിട്ട് വലിയൊരു ശക്തി കിട്ടുക ചെയ്യുന്നു. എൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന കുർബാനയാണ്. അപ്പം ഈ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും, ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ കുർബാനയ്ക്കോ ജപമാലയ്ക്കോ ഒക്കെ വേണ്ടിയിട്ട് സമയം എവിടെ നിന്ന് കിട്ടും എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സമയം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന സമയം അത് നഷ്ടമായി കാണുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതൊരു നേട്ടമായി കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് സമയം കിട്ടുന്നത്. പക്ഷേ എനിക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് അനുദിനമുള്ള, ഒരിക്കൽ പോലും മുടക്കാത്ത പരിശുദ്ധ കുർബാന അതിനുവേണ്ടി സമയം ചെലവഴിച്ചിട്ടോ ജപമാലയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടോ ജീവിതത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിലെല്ലാം നിറവുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ സമയം കൊണ്ട് കൂടി പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യമില്ല. കാരണം ദൈവത്തെ മറന്നിട്ട്, നമ്മളാ പാട്ട് അതാണല്ലോ, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത്, ദൈവമല്ല നിൻ്റെ ജീവിതത്തിൻ്റെ സർവ്വവും. സർവവുമായിട്ടുള്ള ദൈവത്തെ മറന്നിട്ട് നീ പഠിച്ചിട്ട് എന്താ കാര്യം? നീ സമ്പാദിച്ചിട്ട് എന്താ കാര്യം? നീ പഠിച്ചത് ഓർക്കാൻ ശക്തി തരുന്നവരാ ദൈവമാണ്. നീ സമ്പാദിച്ച് ഉപയോഗിക്കാൻ കഴിവ് തരുന്നവരാ, സമയം തരുന്നവരാ, ആരോഗ്യം തരുന്നവരാ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ മറന്നിട്ട് നീ പരീക്ഷയ്ക്ക് പഠിക്കാമെന്നോ സ്വത്ത് സമ്പാദിക്കാമെന്നോ കരുതി കഴിഞ്ഞാൽ പോയി, നിലനിൽക്കില്ല, ശാശ്വതമല്ല. ശാശ്വതമായിട്ടുള്ളൊരു നിലനിൽപ്പിൻ്റെ ഒരു സമ്പാദനം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കുദാശകളിൽപ്പെട്ടതെന്നാണ് പരിശുദ്ധ കുർബാന. അത് നമ്മൾ വിയാറ്റിക്കം എന്ന് പറയാറുണ്ട്, വഴിയപ്പം എന്ന് പറയാറുണ്ട്. വഴിയപ്പം യാത്രയ്ക്കുള്ള എൻ്റെ ആത്മീയ യാത്രയിൽ എൻ്റെ ഊർജ്ജമാണത്, എൻ്റെ ജീവിതത്തിൻ്റെ ഊർജ്ജമാണത്. ഇങ്ങനെ മുറിക്കപ്പെടുമ്പോഴാണ് എനിക്ക് ശക്തി ഉണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നു. മുറിയപ്പെടുന്നവനാണ് മുറിവിൻ്റെ വേദന അറിയുന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത്.
ഇതെല്ലാം പരിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന വലിയ വലിയ ബോധ്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ആദ്യ കുർബാന സ്വീകരിച്ച എൻ്റെ കൊച്ചുമക്കളോട് അവരുടെ ഗ്രാൻഡ് ഫാദർ, പറ്റേണൽ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുത്തു, കർത്താവ് എത്രയോ നല്ലവൻ എന്ന് രുചിച്ചറിയവൻ. ഇന്ന് ഈ മക്കൾ ആദ്യമായിട്ട് രുചിച്ചറിഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞു. ഞാൻ വളരെ കണ്ണു തള്ളി ശ്രദ്ധിച്ചിരുന്നൊരു വിശദീകരണമായിരുന്നു അത്. കർത്താവ് എത്രയോ നല്ലവൻ എന്ന് ഇന്ന് ഈ മക്കൾ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞു. അപ്പം കർത്താവിനെ രുചിച്ചറിഞ്ഞ് കർത്താവിനെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വാംശീകരിച്ച് ജീവിതത്തിൻ്റെ എല്ലാമായിട്ടുള്ള കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ടൊരു ശക്തി സംഭരിക്കുന്ന ഒരു സ്വാമസാണ്. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദൈവം ഞാൻ സ്വീകരിച്ച നിൻ്റെ ശരീരവും രക്തവും എൻ്റെ ബുദ്ധി, ചിന്ത, ഭാവനയിലൂടെ, മനസ്സിലൂടെ, മനസാക്ഷിയിലൂടെ, കണ്ണിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, ചെവിയിലൂടെ, സ്പർശനേന്ദ്രിയങ്ങളിലൂടെ, എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അസുഖമുള്ള ഭാഗത്തിലൂടെ നിൻ്റെ ശരീരവും രക്തവും കടന്നു ചെല്ലണം. കാരണം യേശുവെ, നിൻ്റെ ശരീരവും രക്തവും കടന്നു ചെല്ലുന്നിടത്ത് പിന്നെ അസുഖങ്ങളുണ്ടാകാൻ പാടില്ല, അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല, അവ്യക്തത ഉണ്ടാകാൻ പാടില്ല, അശുദ്ധി ഉണ്ടാകാൻ പാടില്ല, ആസക്തി ഉണ്ടാകാൻ പാടില്ല, അച്ഛത ഉണ്ടാകാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ഥാനത്ത് അഹങ്കാരത്തിൻ്റെ സ്ഥാനത്ത് വിനയവും, അശുദ്ധിയുടെ സ്ഥാനത്ത് വിശുദ്ധിയും, അവിശ്വസ്തയുടെ സ്ഥാനത്ത് വിശ്വസ്തതയും, അജ്ഞതയുടെ സ്ഥാനത്ത് ജ്ഞാനവും, അസുഖത്തിൻ്റെ സ്ഥാനത്ത് സൗഖ്യവും ആയിട്ട് ഈശോയെ നിൻ്റെ ശരീരവും രക്തവും എൻ്റെ ശരീരത്തിലൂടെ കത്തിപ്പടരണം എന്നുള്ളൊരു പ്രാർത്ഥന കുർബാന സ്വീകരിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യമായിട്ട് നീ എന്നിലേക്ക് വന്നതിന് നന്ദി പറയുന്നു. കാരണം നിൻ്റെ കാര്യം ദിവ്യകാരുണ്യം എന്നുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. സർവശക്തനായിരുന്നിട്ടും സർവാധിപനായിരുന്നിട്ടും നീ അതെല്ലാം മാറ്റിവെച്ച് സ്ത്രീയിലൂടെ ജാതനായി രക്ഷയുടെ സ്മാരകമായിട്ട് എന്നിലേക്ക് നീ വന്നതാണ്. അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിൻ്റെ സ്നേഹം ഈ ലോകത്തേക്ക് പകരാനായിട്ട് നീ എനിക്ക് സ്നേഹമായി വന്ന ഈ ദിവ്യകാരുണ്യം ശക്തിയാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന. സാർ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് സാറ് എറണാകുളത്ത് പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ സാർ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, പലരും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. സാർ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. റീഡിങ്ങിന് ആരും ഇല്ലെങ്കിൽ സാറ് കയറി വായിക്കും. ആൾക്കാരെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ആൾക്കാരെ ശുശ്രൂഷകനാകും. അതിൻ്റെ ഒരു പ്രചോദനം എന്താണ്? അതിലൂടെ എന്താണ് സാർ പറയാൻ ആഗ്രഹിക്കുന്നത്? ഒരു ജീവിതത്തിൽ ഒരു ബലിയിൽ പങ്കെടുക്കുമ്പോൾ ആൾക്കാരെ ശുശ്രൂഷയായിട്ട് ആ ബലിയിൽ പങ്കെടുക്കാമെന്നതിനേക്കാളും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടാനില്ല. ഞാൻ എപ്പോഴും ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ചാടിക്കരെ ശുശ്രൂഷ ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം അത് നമ്മളാ വിശുദ്ധ കുർബാന ഇതെൻ്റെ ശരീരവും രക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ ആ യഥാർത്ഥ ബലി അർപ്പിക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയ്ക്കാണ്. ഞാൻ അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കാമെന്നുള്ളത്. അപ്പം കുർബാന നമ്മൾ അർപ്പിക്കുന്നതാണ്. ബലിയാവാൻ, ബലി അർപ്പകരാവാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഇതുപോലെ കുർബാനയ്ക്ക് നമ്മൾ ഒരുക്കുമ്പോൾ ബലിയാവാനും ബലി അർപ്പകരാവാൻ, ബലി അർപ്പകരാണ് നമ്മൾ. അപ്പം ബലി അർപ്പകരായ നമ്മൾ കാഴ്ചക്കാരല്ല, വെറും പങ്കെടുക്കുന്നവരുമല്ല, അർപ്പകരാണ്. അപ്പം അർപ്പിതരായി മാറാനായിട്ട്, അർപ്പകരായി മാറാനായിട്ട് ഉള്ള എങ്കിലേ ആ ബലിയിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഭാഗഭാഗിത്വം ഉണ്ടാവുകയുള്ളൂ. അപ്പം ബലി അർപ്പകനാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുക. ഞാൻ ആലോചിക്കാറുണ്ട്, നമുക്കൊരു വലിയ ഒരു VVIP പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ നമുക്കൊരു പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും. ഏറ്റവും ഫ്രണ്ട് റോയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ആ VVIP കാണാൻ ഏറ്റവും അടുത്തുനിന്ന് കാണാനായിട്ട്. വിശുദ്ധ കുർബാനയേക്കാളും വലിയൊരു VVIP നമുക്ക് വരാനുണ്ട് ജീവിതത്തിൽ? ഇല്ല, ഒരിക്കലും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സർവസ്വവുമായിട്ടുള്ള ദൈവം മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയമാണ് ആ ബലിയർപ്പണത്തിൻ്റെ സമയം. ഏറ്റവും അടുത്ത് നിൽക്കുക. ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കാറുണ്ട്, ചെവി ചായച്ച് എന്നെ ശ്രദ്ധിക്കണമേ. ചെവി ചായച്ചാൽ അടുത്ത് എത്തണ്ടേ? കൈ നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ അടുത്ത് നിൽക്കണ്ടേ? എന്നെ തൊടണമേ. തൊടണമെന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കണ്ടേ? ഇത് മാനുഷികമായിട്ടുള്ള ചിന്തകളാണ്. കാരണം അങ്ങനെ ഒരു നീട്ടാനുള്ള കരങ്ങൾ ദൈവത്തിന് എവിടെ വേണം നീട്ടാം. പക്ഷെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ കരം നീട്ടി സ്പർശിക്കാനും ചെവിയാഴ്ച കേൾക്കാനും നിലവിളിക്കുമ്പോൾ ഉത്തരം വരാനൊക്കെ കേൾക്കാൻ പാകത്തിന് അടുത്ത് നിൽക്കുക, ഏറ്റവും അടുത്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഇപ്രകാരം മുമ്പിൽ നിൽക്കുന്ന വഴിയായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നും അടുത്ത് നിന്നിട്ടുണ്ടോ അത്രയും ലോകത്തിന് മുമ്പിൽ ദൈവം എന്നെ മുമ്പിൽ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ അടുത്ത് നിന്നപ്പോഴെല്ലാം ഒന്നാം സ്ഥാനത്ത്
ഒന്നാം സ്ഥാനത്ത് നിന്നപ്പോഴെല്ലാം ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് ദൈവം എന്നെ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു മലയാളത്തിൽ ഇംഗ്ലീഷ് പഠിച്ച് വളർന്ന സാധാരണ ഗ്രാമത്തിൽ നിന്ന് പിറന്നു വന്ന ആളാണ്. എൻ്റെ പിതാവാണെങ്കിൽ ഞാൻ ജഡ്ജിയായ ഹൈക്കോടതിയിൽ ഒരു ക്ലർക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം എന്നെ ഈ സാധാരണക്കാരനായ എന്നെ ഇവിടെ എല്ലാം പിടിച്ചുയർത്തി എൻ്റെ ആ ശ്രേണിയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് സുപ്രീം കോടതി ജഡ്ജിയാവാന്നുള്ളതാണ്. അവിടെ വരെ എത്തിച്ചെന്നുണ്ടെങ്കിൽ അത് ദൈവം എന്നോട് കാണിച്ച കാരുണ്യം തന്നെയാണ്. അപ്പോൾ എന്നോട് അത്രയും കാരുണ്യം കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുക. അത് സർവ്വജന സവിതയെ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മലങ്കര കുർബാനയിൽ ഒരു പാട്ട് സങ്കീർത്തനത്തെ ഏറ്റുചൊല്ലിക്കൊണ്ട് പാടുന്നതാണ്. എന്തങ്ങേക്കായി നൽകും ഞാൻ നാഥ എന്നുള്ള ചോദ്യത്തിന് എല്ലാവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ കാഴ്ച നിറവേറ്റും. അങ്ങനെ കാഴ്ച നിറവേറ്റുമെന്ന് പറഞ്ഞു. ഞാൻ എന്നും ഈ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുമ്പം അവിടുത്തെ നിത്യാരാധന ചാപ്പലിൽ എന്നും കുർബാനയ്ക്ക് പോയിരുന്നു. ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ കുർബാനയ്ക്കല്ല, അവിടെ ആരാധനയ്ക്ക് പോരും, നിത്യാരാധന ചാപ്പലിൽ. അപ്പം ആരാധനയ്ക്ക് ഞാൻ പോകുന്ന സമയത്ത് ആദ്യമല്ല ഞാൻ ഈ കോട്ടൊക്കെ അഴിച്ചിട്ടിട്ട് സൂട്ടിട്ടാണ് പോകാറുള്ളത് കോടതി പോകുമ്പോൾ. അപ്പോൾ അന്ന് കാറിൽ വെച്ചിട്ടാണ് ഞാൻ ആരാധനയ്ക്ക് പോകാറുള്ളത്. അപ്പോൾ ഒരു ദിവസം ഈശോ എന്നോട് ചോദ്യം ചോദിച്ചു, നിന്നെ ഈ കോട്ടിടാനുള്ള ഉദ്യോഗം തന്നതാരാ? ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ നിനക്കെന്തിനാ നീ കോട്ട് ഊരി വയ്ക്കുന്നത് എന്തിനാ? എനിക്ക് വലിയൊരു ഒരു തിരുത്തലായിരുന്നു, സ്നേഹത്തോടുള്ളൊരു തിരുത്തലായിരുന്നു. അതിനുശേഷം ഞാൻ ആ ഔദ്യോഗിക വസ്ത്രത്തോടെ മാത്രമേ നിത്യാരാധന ചാപ്പലിൽ പോയിട്ടുള്ളൂ. അതുപോലെ അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം ഈ കൈ കൂപ്പി പിടിച്ചായിരുന്നു. പക്ഷേ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ, കാരണം ദൈവമേ എന്നെ നീ തൊടണമെന്ന് പറയുമ്പോൾ കൈ അങ്ങോട്ട് എത്തിക്കുന്ന തുടർന്നൊരു അത് മാനുഷികമായ ചിന്തയാണ്. എന്നാലും ദൈവത്തിൻ്റെ മുമ്പിൽ ആ ഏറ്റവും വിനയാനിതനായിട്ട് നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു തുറവി, അതെല്ലാം എനിക്ക് കുർബാന കൊണ്ടുള്ള ഒരു വലിയൊരു അഭിനിവേശത്തിൽ നിന്നും കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ പോയത്. സാറേ, നമ്മൾ ഈ എപ്പിസോഡിൽ കുടുംബങ്ങളുടെ വെല്ലുവിളിയിൽ തുടങ്ങി ആ വെല്ലുവിളിയെ അതിജീവിക്കാനായിട്ട് കൂദാശകൾ എന്തുമാത്രം, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന എന്തുമാത്രം സഹായിക്കുന്നു എന്നാണ് സാർ പറഞ്ഞു നിർത്തിയത്. കുർബാനയെക്കുറിച്ച് സാറ് പറഞ്ഞത് എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം വഴിയപ്പം. വെല്ലുവിളികളുള്ള ഈ ഒരു യാത്രയിൽ വഴിയപ്പമാണ് അൾത്താരിൽ നിന്ന് കിട്ടുന്നത്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസിന് നിങ്ങളുടെ വെല്ലുവിളികളിൽ ഒരു വഴിയപ്പവും കൊണ്ട് നന്നായി മുന്നോട്ട് പോകാൻ അൾത്താരയുടെ അടുത്ത് നിൽക്കാം. സാറിൻ്റെ വിനയപൂർവമായ ഈ ഒരു മറുപടിയും ഇത്രയും സമയവും ഞങ്ങൾക്ക് തന്നത് വളരെ സന്തോഷം നൽകുന്നു. ഒത്തിരി നന്ദി. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് വേറിക്കിട്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ടി ചെയ്തു. നിരന്തരം